തീയും കാറ്റും നമ്മൾ പേടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരോരോരുത്തരുടെയും ശിരസിൻ്റെ മുകളിൽ വ്യക്തിപരമായി നിന്നു. പ്രിയപ്പെട്ടവരെ, കാറ്റും തീയും എല്ലാവർക്കും പേടിയാണ്. അത് കൺട്രോൾ വിട്ടുപോയാൽ സകലരും തകർത്ത് തരിപ്പണമാക്കും, കാറ്റും തീയും. പക്ഷേ ഈ ബൈബിൾ വായിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റും തീയും ഒരാളുടെ ജീവിതത്തെ പോലും തകർത്തില്ല, ഒരാളുടെ ജീവിതത്തെ പോലും കത്തിച്ചില്ല. അത് അവരെ നിറയ്ക്കുകയും വിശുദ്ധീകരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ആ കാറ്റ് എൻ്റെ മേലങ്ങ് വീശണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന ആ കാറ്റിനെ എൻ്റെ മേലങ്ങ് വീശണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വീശണമേ, എൻ്റെ തലമുറകളുടെ മേൽ വീശണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കിടമേ. ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും, ജീവിതത്തെ മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആ സ്ത്രീ പറഞ്ഞില്ലേ, എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല പ്രവാചക, ആകെ ഒരു ഭരണി എണ്ണയേ ഉള്ളൂ. അതേ ഉള്ളോ? ഉള്ളത് മതി, അതുമതി നിന്റെ ജീവിതം മാറാൻ. ആ ഉള്ളതിലേക്ക് നിന്റെ വിശ്വാസം അർപ്പിക്ക്. ഒരു ഭരണി എണ്ണയേ ഉള്ളൂ, അത് മതി. ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ അത് മതിയായിരുന്നു. നിന്റെ ഇപ്പോഴത്തെ ആ വിശ്വാസമില്ലേ, ആരാധിക്കുന്ന ആ ഹൃദയമില്ലേ, അത് മതി നിന്റെ പ്രശ്നത്തിന് പരിഹാരമാകാൻ. അത് മതി നിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ.